എംഐയുടെ ഒരു 32 ഇഞ്ച് ടി വിയുടെ സ്പീക്കറാണ് ഈ കാണുന്നത്. ഇത് ചെറിയൊരു സ്പീക്കർ ഒരു ബോക്സിനകത്ത് കയറ്റിയിരിക്കുക. ഇത് പല ടി വികളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ബാസ് കിട്ടാനാന്നൊക്കെ അവർ പറഞ്ഞാലും ഒന്നിനും കൊള്ളിയല്ലാത്ത ഒരു സ്പീക്കറാണിത്. അതിനെ മാറ്റിയതുകൊണ്ട് ഞാൻ സോണിയുടെ 40 ഇഞ്ച് വരുന്ന രണ്ട് സ്പീക്കർ അതേ കയറ്റിയിരിക്കുകയാണ്. സോണിയുടെ 40BX 450 എന്ന് പറയുന്ന ടി വിയെ വരുന്ന രണ്ട് സ്പീക്കർ എംഐയുടെ 32 ഇഞ്ച് ടി വിയെ നമ്മൾ കയറ്റിയിരിക്കുകയാണ്. എന്നാ സൗണ്ട് മാറ്റം ആണെന്നറിയോ അത് വെച്ച് കഴിഞ്ഞാൽ? എന്നാ സൗണ്ട് പിക്ചർ ക്വാളിറ്റി മാറ്റം. പിക്ചറും ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ ആ പിക്ചർ കാണുമ്പോൾ ഇത്രയും നല്ല സൗണ്ടിൽ നല്ല സ്ഫുടതയോടുകൂടി കേൾക്കുമ്പോൾ അതിനൊരു രസമുണ്ട്. അതാണ് കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിത് കാണുന്നത് ഈ സോണിയുടെ സ്പീക്കർ വെച്ച് നമ്മൾ എംഐയുടെ ടി വി ഫുള്ളായിട്ട് മുറുക്കിയതാണ്. എംഐയുടെ ടി വിയെ വരുന്ന സ്പീക്കർ ഒന്നിനും കൊള്ളത്തില്ല. അത് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ആ ടി വി അത് മാറ്റി നമ്മൾ സോണിയുടെ 40 ഇഞ്ച് വരുന്ന സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്ത് ഇതിനകത്ത് വെച്ച് പണി തീർത്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ ടി വികൾക്കും തന്നെ ഇങ്ങനെ സോണിയുടെ സ്പീക്കറൊക്കെ നല്ലതിരിക്കുന്നത് ടി വിയിൽ നമുക്ക് ആ വലിപ്പം നോക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ ഓഡിയോ നമുക്ക് നോക്കാം. വെളിയിൽ കിടക്കുന്ന പോലെ തോന്നും, പക്ഷെ ഇത് ആക്ച്വലി തനിയെ കയറി വരുന്നതാണ്. അതിന്റെ ആ ചെറിയ ഫിൻസ് യൂസ് ചെയ്ത് ഇത് നടന്നു പോകും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ അന്തരീക്ഷമായി ശ്വസിക്കാൻ പറ്റും. സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് ഇതിന് ഓക്സിജൻ എടുക്കാൻ കഴിയും. അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോ എഴുതിക്കോണം. ചോദ്യമാ വരുന്ന വാർഷിക പരീക്ഷയില്.